എനിക്ക് അമ്മ മാതാവ് തന്ന അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ 1.5 പൊക്കത്തിൽ ഒരു സ്റ്റാൻഡുണ്ട്. അതിൻ്റെ മണ്ടയ്ക്കാണ് ഞങ്ങളുടെ വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നത്. ഞാനതിൽ വെള്ളമുണ്ടോ എന്ന് നോക്കാനും വേണ്ടി അതിൻ്റെ മുകളിൽ കയറുകയും ഞാൻ മുകളിലോട്ട് കയറിയപ്പോൾ എൻ്റെ കാലാണെങ്കിൽ ആ പൈപ്പിൻ്റെ ഇടയിലോട്ട് എൻ്റെ കാല് പോവുകയും ഞാൻ പുറകിലോട്ട് മലന്നു പോവുകയും ചെയ്തു. ഞാൻ ആ ടാങ്കിൻ്റെ പള്ളയ്ക്ക് പിടിച്ചെങ്കിലും എൻ്റെ കൈ അവിടെ നിന്ന് വിട്ടുപോയി. ഞാൻ എൻ്റെ അമ്മ മാതാവേ എന്ന് മാത്രമേ വിളിച്ചുള്ളൂ. ഒരു ശക്തമായ ഒരു കരം എൻ്റെ പുറത്ത് വന്നിട്ട് അതെന്നെ ഏറ്റവും എടുത്തു പൊക്കുന്ന പോലെ തന്നെയാണ് എന്നെ മേളിലോട്ട് ഉയർത്തിയത്. ഞാൻ പെട്ടെന്ന് മേളിലോട്ട് ഉയരുകയും ആ മേളിൽ കാണുന്ന ആ 3 മുട്ടിൽ ഒരെണ്ണത്തിൽ എൻ്റെ കൈ പിടിക്കുകയും പിടിച്ച് ഞാൻ നൂർന്നു നിന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും കുറ്റിയിട്ടിട്ടാണ് മേളിലോട്ട് കയറിയത്. എൻ്റെ അമ്മ മാതാവ് എൻ്റെ കരങ്ങളാണ് എന്നെ ഉയർത്തിയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ കഴുത്തിൽ എപ്പോഴും ഇവിടുത്തെ കാശിരൂപം എൻ്റെ കഴുത്തിൽ കൊന്തയിലുണ്ട്. അതിൻ്റെ ആ കാശിരൂപത്തിൻ്റെ ശക്തിയാൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന ജീവിതമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അതിന് ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് 1000 സ്തോത്രം ചെയ്യുന്നു, നന്ദിയും പറയുന്നു. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഇവിടുത്തെ മണ്ണ് എടുത്തുകൊണ്ട് പോയിരുന്നു. അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഈ മണ്ണും ഉപ്പും കൂടെ കലർത്തി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ വീടിൻ്റെ 4 മൂലയിലും ഇട്ടു. എന്നിട്ട് പോർച്ചിൻ്റെ സൈഡിൽ വന്നപ്പോൾ ഇതെങ്ങനെയാണ് ഇടുന്നത്, അവിടെ ടൈലാണല്ലോ, അവിടെ ഇടുമ്പോൾ ആരെങ്കിലും വന്ന് ചവിട്ടും അല്ലെ തൂക്കുമ്പോൾ ചൂല് കൊള്ളുമെന്നോർത്തു. ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ആ പോർച്ചിൻ്റെ ഒരു തൂണിൻ്റെ മുൻവശത്തെ തൂണിൻ്റെ സൈഡിൽ ഒരു സിമെൻറ്റിൻ്റെ ഒരു ശകലം ഇളകി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ആ തൂണിൻ്റെ ആ വിടവിലോട്ട് ഈ മണ്ണും ഉപ്പും കൂടി ഇട്ടു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞില്ല, അതിനു മുൻപേ ഞങ്ങളുടെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരു മരം മുറിക്കുകയും ആ മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വടം പൊട്ടിപ്പോയി. ആ വടം പൊട്ടി ഞങ്ങളുടെ വീടിൻ്റെ പോർച്ചിൻ്റെ മണ്ടയ്ക്കായിരുന്നു ആ മരം വന്ന് വീഴേണ്ടത്. എൻ്റെ അമ്മ മാതാവിൻ്റെ ഉപ്പും മണ്ണുമിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ പോർച്ചിൽ കിടന്ന വണ്ടിക്ക് ഒരു പോറൽ പോലും പറ്റാതെ ഈ മരം എടുത്തു മാറ്റി വയ്ക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ തൊട്ടപ്പുറത്ത് വന്ന് വീഴുകയും ചെയ്തു. അതെൻ്റെ അമ്മ മാതാവിൻ്റെ പൂർണ്ണ സംരക്ഷണമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അടുത്തായിട്ട് പറയാനുള്ളത്, ഇത് എൻ്റെ മകൻ ബിബിൻ കെവിനുമാണ്, മൂത്ത മകനാണ്. അവൻ GNM ഫസ്റ്റ് ഇയർ ബാംഗ്ലൂരിൽ പഠിക്കുന്നു. അവൻ ഓണത്തിന് നാട്ടിൽ വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ ആഗസ്റ്റ് 18 2024 ഇവർക്ക് പോസ്റ്റിംഗ് തുടങ്ങുകയായിരുന്നു. പക്ഷേങ്കിൽ ഇവനെ രാവിലെ അവിടെ ചെല്ലാൻ പറ്റിയില്ല. വൈകിട്ടാണ് ട്രെയിനിൽ അവിടെ എത്തിയത്. 18 രാവിലെ വന്ന കുട്ടികളും ലേറ്റായി വന്ന കുട്ടികൾക്കെല്ലാം അവർ ഫൈൻ അടച്ച് പോസ്റ്റിങ്ങിന് കയറാൻ വേണ്ടി അവസരം കൊടുത്തു. പക്ഷേ ഇവനെ കണ്ടപ്പോഴത്തേക്ക് രജിസ്ട്രാർ ഇവനോട് ദേഷ്യപ്പെടുകയും നിനക്ക് പോസ്റ്റിങ്ങിന് പോകാൻ പറ്റത്തില്ല, ഫസ്റ്റ് ഇയർ എക്സാം എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒത്തിരി ഷൗട്ട് ചെയ്തു. വീട്ടിൽ നിന്ന് വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാനപ്പം വീട്ടിൽ നിന്ന് ഞാൻ അന്ന് ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്ന ദിവസമായിരുന്നു. ഞാനപ്പം ഇവൻ എന്നോട് വിളിച്ച് പറഞ്ഞത് പ്രമാണിച്ച് ഞാൻ ആ രജിസ്ട്രാറിനെ വിളിക്കുകയും രജിസ്ട്രാറിനോട് നിങ്ങളുടെ കുട്ടികളെ സമയത്ത് വിടത്തില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി എന്നോട് ഷൗട്ട് ചെയ്തു. അപ്പം ഞാൻ അന്നേരം ഇവിടെ നിന്ന് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ സാറ് പറയുന്നതെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് സാർ അതിന് സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഒടുവിൽ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് പ്രിൻസിപ്പാളിൻ്റെ ഒരു നമ്പർ തരാമോ എന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു ഏത് പ്രിൻസിപ്പാളിൻ്റെ നമ്പറാണ് എന്ന് ചോദിച്ച് എന്നോട് ഷൗട്ട് ചെയ്തു. ഞാനപ്പോൾ പറഞ്ഞു നേഴ്സിങ്ങിൻ്റെ പ്രിൻസിപ്പാളിൻ്റെ നമ്പർ തരാമോ എന്ന് ചോദിച്ചു. അപ്പം അതെന്നെക്കൊണ്ട് പറ്റത്തില്ല, നിങ്ങളുടെ മോനോട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ അന്നേരം ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ സാറ് സമ്മതിക്കുന്നില്ല, മോൻ പ്രിൻസിപ്പാളിൻ്റെ അറിമ്പിൽ ചെന്ന് പ്രിൻസിപ്പാളിൻ്റെ നമ്പർ വാങ്ങിക്ക് എനിക്കൊന്ന് ഞാൻ പ്രിൻസിപ്പാളിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഇവൻ ഫോൺ കട്ട് ചെയ്തു. ഞാനവിടെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നു. ഞങ്ങളിവിടുന്ന് ഉടമ്പടി ധ്യാനം കൂടി ഇറങ്ങുന്നിട വരെ
ഇവൻ വിളിക്കുകയോ ഒന്നും ചെയ്തില്ല. എല്ലാ പ്രാവശ്യവും ഞങ്ങളെ ഇപ്പോൾ 2 വർഷമായിട്ട് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ 9:30-യുടെ രണ്ടാമത്തെ സെക്ഷനിലാണ് കയറുന്നത്. പക്ഷേ അന്ന് എനിക്ക് 3-ാമത്തെ 11:30-യുടെ സെക്ഷനിലാണ് കയറാൻ പറ്റിയത്. ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇവൻ ആ സമയമാണ് എന്നോട് പറയുന്നത് എനിക്ക് പ്രാക്ടിക്കലിന് പോസ്റ്റിങ്ങിന് കയറാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ ഞാൻ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ അന്ന് വെച്ചത്, ഞാൻ ഇവിടുന്ന് ഉടമ്പടി പുതുക്കി ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ എൻ്റെ മോൻ എന്നെ വിളിച്ച് പറയണം, പ്രിൻസിപ്പാളെ നാളെ മുതൽ നീ പോസ്റ്റിങ്ങിന് കയറിക്കോ എന്ന് പറഞ്ഞു എന്ന് എന്നോട് വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. അന്നാണ് ഒരു നിയോഗം വെച്ചിരുന്നത്. ഞാൻ അവിടുന്ന് താഴെ വന്നു. ഇവിടുന്ന് പ്രദക്ഷിണമായിട്ട് വരാൻ അവിടെ നിന്നപ്പോൾ എൻ്റെ മുൻപിൽ ടോക്കൺ കൊണ്ടുവന്നെങ്കിലും എനിക്ക് ആ ടോക്കൺ എടുക്കാൻ പറ്റിയില്ല. ഞാൻ അന്നേരം കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് എൻ്റെ അമ്മ മാതാവിൻ്റെ കൂടെ നടക്കാനാണ് എനിക്ക് അവസരം കിട്ടിയത്. ഞാനിവിടെ വന്ന് നിയോഗം ഇട്ടു. മാതാവിൻ്റെ കരങ്ങളിലോട്ട് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഇവൻ്റെ ഫോട്ടോ എടുത്തു അമ്മയുടെ കരങ്ങളിൽ മുട്ടിച്ചിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവേ, എൻ്റെ മകനെ ഞാൻ നിൻ്റെ കരങ്ങളിൽ തരുക, അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു കൊള്ളാൻ പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ നിയോഗമിട്ട് ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയും കൂടാണ് ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ വരുന്നത്. അവൾ എന്നോട് പറയുന്നുണ്ട്, നീ അവനെ ഒന്ന് വിളിച്ചു നോക്കുന്നേ. പക്ഷെ ഞാൻ പറഞ്ഞു, അവന് ഫോൺ അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അവൻ എന്നെ തിരിച്ച് വിളിക്കട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മാതാവേ ഞാൻ പോവുകയാണ്. എൻ്റെ അമ്മ മാതാവ് എൻ്റെ മോൻ ഇതുവരെയും വിളിച്ചില്ലല്ലോ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് സങ്കടത്തോടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഞങ്ങൾ ഇവിടുന്ന് പോയി ഓപ്പോസിറ്റ് സൈഡിൽ പോയി ഭക്ഷണം കഴിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞു, എടി നീ അവനെ ഒന്ന് വിളിച്ചേന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ടുണ്ട്, അമ്മ മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ അവനെ പോസ്റ്റിങ്ങിന് കയറ്റട്ടെന്ന് പറഞ്ഞു. ഒത്തിരി വിഷമത്തോടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന് ഇവിടെ നിന്നപ്പോൾ ആലപ്പുഴയ്ക്ക് ഒരു ബസ് വന്നു. വരുന്നത് കണ്ടോണ്ട് ഞാൻ തിരിഞ്ഞ് മാതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, മാതാവേ ഞാൻ പോവുകയാണ്, എൻ്റെ മോൻ ഇതുവരെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ആ ബസ്സിൽ കയറിയിരുന്നു, സീറ്റിലിരുന്നതേ ഉള്ളൂ. ബസ് വിടാൻ ബെല്ലടിച്ചപ്പോൾ ആ സമയം തന്നെ ഇവൻ എന്നെ വിളിച്ചു, മമ്മി പ്രിൻസിപ്പാൾ പറഞ്ഞു നാളെ മുതൽ നീ പോസ്റ്റിങ്ങിന് കയറിക്കോളാൻ പറഞ്ഞു. അതെൻ്റെ അമ്മ മാതാവ് സമയച്ചെടുക്കത്തിൻ്റെ അമ്മ എനിക്ക് അന്ന് തന്നെ ആ നിയോഗം എനിക്ക് സാധിച്ചു തന്നു. അന്ന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ തന്നെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ തിരുവല്ലായിൽ വന്നപ്പോൾ 7 മണി സമയമാവുന്നതിന് മുമ്പ് ഞാൻ തിരുവല്ലായി വരും. ഞാൻ ഈ 2.5 വർഷത്തോളം കാലം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴോ തിരിച്ചു പോകുമ്പോഴോ ഒരു യാചക ആ ബസ് സ്റ്റാൻഡിൽ അവിടെ കണ്ടേയില്ല ഞാൻ ഇതുവരെ. ഇപ്പോഴും ഞാൻ നോക്കും, എല്ലാ പ്രാവശ്യം വരുമ്പോഴും നോക്കും അങ്ങനെ ഒരാളുണ്ടോ എന്ന്. പക്ഷേ അന്നൊന്നും എങ്ങുമില്ലാത്തൊരു യാചകി ഞാൻ ബസ് ഇറങ്ങി അങ്ങോട്ട് ചെന്നോണ്ട് എന്നോട് പറഞ്ഞു, നല്ല പൊക്കമൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. അതിനോട് വന്ന് പറഞ്ഞു, മോളെ എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരാൻ. ഞാനപ്പം എൻ്റെ കയ്യിലിരുന്ന പൈസ ഞാനെടുത്ത് ആ അമ്മയ്ക്ക് കൊടുത്തു. ആ അമ്മ ആ പൈസ വാങ്ങിച്ച് കൈ വെച്ചിട്ട് വേറെ ആരോടും ചോദിച്ചില്ല. വീണ്ടും എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് വിശക്കുന്നു, എനിക്ക് ആഹാരം വല്ലതും വാങ്ങിച്ചു തരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് എന്താ വേണ്ടിയതെന്ന് ചോദിച്ചു. അമ്മ എന്നോട് ആ അടുത്തുള്ള കടയിൽ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, എനിക്ക് ആ അപ്പം മതി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് എത്ര എണ്ണം വേണം? അമ്മ എനിക്ക് 2 എണ്ണം മതി മോളെ എന്ന് പറഞ്ഞു. ഞാൻ അപ്പം വാങ്ങിച്ച് ആ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാൻ ഈ കൃപാസനത്തിലോട്ട് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രദക്ഷിണ സമയം എൻ്റെ അമ്മയുടെ കൂടെ നടക്കാനും അവസരം കിട്ടി. ഇതിനു മുമ്പ് 2 പ്രാവശ്യം അമ്മയ്ക്ക് 1 പ്രാവശ്യം കുട പിടിക്കാനും 2 പ്രാവശ്യം മെഴുകുതിരി പിടിക്കാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഈ മോൻ എന്നെ വിളിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും 2ാമത് ഉടമ്പടി പുതുക്കുന്ന ഞാൻ അന്ന് അമ്മയായിട്ടാണ് എന്നെ താമസിപ്പിച്ച് 3ാം പ്രാവശ്യത്തെ ഉടമ്പടി പുതുക്കലിന് കയറിയത്. അല്ലെങ്കിൽ ഞാൻ നിയോഗമൊക്കെ എഴുതിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയേനെ. ആ സമയത്ത് ഇവൻ വിളിക്കുന്ന സമയത്ത് ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും യേശുപ്പച്ചനും ഞാൻ കോടാനിക്കോടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മാസത്തിലും ഞാൻ ഇവിടെ വരികയും ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡുകളിലും ആശുപത്രികളിലും കൊടുക്കും. കൂടുതലും ഞാൻ കൊടുക്കുന്ന ബസ് സ്റ്റാൻഡുകളിലാണ്. ചിലരൊക്കെ വാങ്ങിക്കും, സന്തോഷത്തോട് വാങ്ങിക്കും. ചിലർ പറയും, മോളെ ഞാൻ ഇത് നോക്കിയിരിക്കുമായിരുന്നു.
ചിലർ പറയും ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നമ്മളോട് ദേഷ്യപ്പെട്ട് നമ്മളെന്തോ കൊല്ലാൻ വരുന്ന രീതിയിലാണ് ചിലരൊക്കെ നോക്കുന്നത്. അതൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ ആ വാങ്ങിക്കുന്ന പത്രങ്ങൾ എത്ര പേര് വേണ്ടെന്ന് പറഞ്ഞാലും ആ കൊണ്ടുപോകുമ്പോൾ അത് വേണ്ടിയ ആൾക്കാർക്ക് ഞാൻ കൊടുത്ത് തിരിച്ചു വരും. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ തയ്ക്കുന്നൊരു വ്യക്തിയാണ്, വീട്ടിലിരുന്നാണ് തയ്ക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പൈസയൊന്നും വാങ്ങിക്കാറില്ല. ഞാൻ ഫ്രീ ആയിട്ട് അവർക്ക് തയ്ച്ചു കൊടുക്കും. പിന്നെ എൻ്റെ മുൻപിൽ വന്ന ആരെങ്കിലും എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ എന്നെ കഴിവത് ഞാൻ ചെയ്തു കൊടുക്കും. പിന്നെ ഞങ്ങൾ അടുത്തൊരു സിസ്റ്റർ കുറച്ചകലെയായിട്ട് ഒരു സിസ്റ്റർമാർ നടക്കുന്ന ഒരു പാലിറ്റി കെയറുണ്ട്. ഞാനപ്പം അവിടെ ചെന്ന് കാരുണ്യ പ്രവർത്തനം ചെയ്യാമെന്നുള്ള രീതിയിൽ അവിടെ ചെന്ന് സിസ്റ്റർമാരോട് സംസാരിച്ചു. അപ്പോൾ അവിടെ കിടപ്പ് രോഗികളായതുകൊണ്ട് അപ്പോൾ അവർ പുറത്തുനിന്ന് ആരെയും അവരെ ഒന്നും ചെയ്യാൻ ഒന്നും ശുശ്രൂഷിക്കാൻ സമ്മതിക്കത്തില്ല. അവിടെ അതിനൊക്കെ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അപ്പം ഭക്ഷണം കൊടുക്കാമെന്ന് വെച്ചപ്പം ഭക്ഷണം പുറത്തുനിന്ന് അവരെ വാങ്ങിച്ചു കൊടുക്കത്തില്ല, അവിടെ ആളിനെ വെച്ച് ഭക്ഷണം വെക്കുന്നത്. അപ്പം ഞാൻ അവരെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ കൃപാസനത്തിൽ പോകുന്നുണ്ട്, അപ്പം ഞങ്ങൾക്ക് കാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് ഞങ്ങൾക്ക് കാരുണ്യപ്രവൃത്തി ചെയ്യാം, അപ്പോൾ ഇവിടെ പാലിറ്റി കെയർ ഉണ്ടല്ലോ, അപ്പം രോഗികളൊക്കെ നോക്കാം എന്നുള്ള രീതിയിലാണ് വന്നത് എന്ന് സിസ്റ്ററിനോട് പറഞ്ഞു. അപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞു, മോളെ ഇവിടെ ഞങ്ങൾ പുറത്തുനിന്ന് അങ്ങനെ ഭക്ഷണം വാങ്ങിക്കത്തില്ല, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ, ചിലർക്ക് എരി പറ്റത്തില്ല അങ്ങനെയൊക്കെ. അപ്പം നിങ്ങൾ കൊണ്ടുവരുമ്പം ചിലപ്പോൾ എരി കൂടും പുളി കൂടും അങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യ്, ഇവർക്ക് ചില ഭക്ഷണങ്ങൾ ഇഷ്ടമുണ്ട്, അപ്പം ആ ഭക്ഷണത്തിനുള്ള പൈസ തരുവാണെങ്കിൽ ഞങ്ങളത് വാങ്ങിച്ച് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അവിടെ ആ അമ്മമാർക്ക് ഇഷ്ടമുള്ള ഒരു ആഹാരം വാങ്ങിക്കാനുള്ള പൈസ കൊടുക്കാനുള്ള അവസരം എനിക്ക് അമ്മ മാതാവ് ഒരുക്കി തന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ സങ്കീർത്തനങ്ങളൊക്കെ വായിച്ച് പെട്ടെന്ന് എളുപ്പമുള്ള ഒക്കെ ആയിരുന്നു, സങ്കീർത്തനമൊക്കെ വായിച്ച് പോകുമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മുതൽ എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ഈ സത്യവേദ പുസ്തകം മൊത്തം ഒന്ന് വായിച്ച് തീർക്കണം. ഞാൻ പല പ്രാവശ്യം അതിന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ കുറച്ചൊക്കെ ആയിക്കഴിയുമ്പം ഈ പഴയ നിയമമൊക്കെ വായിച്ച് കഴിയുമ്പോൾ കുറച്ചൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. പക്ഷേ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞാൻ 2 പ്രാവശ്യം മുഴുവനായിട്ട് സത്യവേദ പുസ്തകം വായിക്കുകയും ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യം വീണ്ടും ഞാനത് വായിക്കുന്നു. ഇപ്പോൾ പുതിയ നിയമം തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ബൈബിള് വായിക്കുകയും കൊന്ത ചൊല്ലിയിട്ടാണ് ഞാൻ എൻ്റെ ജോലിയിലേക്ക് കടക്കുന്നത്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ എൻ്റെ അമ്മ മാതാവ് തന്നു. നേരത്തെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്യുകയോ എന്നെ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേങ്കിൽ ഉടമ്പടി എടുത്തതിന് ഫലമായിട്ട് എനിക്ക് അവരോട് പ്രാർത്ഥിക്കാനേ അവരോട് മനസ്സലിവ് തോന്നാനുള്ള കൃപ എൻ്റെ അമ്മാതാവ് തന്നു. ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ അമ്മാതാവിനും യേശുപ്പച്ചനും കോടാനുകോടി നന്ദി പറയുന്നു.